Yes. Corruption, extravagance, and continuous was waged by Louis XV, who succeeded Louis XIV, put the country and its people in misery. Okay. അതായത് ലൂയിസ് പതിനാലാമൻ പറഞ്ഞു, ലൂയിസ് പതിനാലാമൻ എന്താ പറഞ്ഞിരുന്നേ, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിരുന്ന ലൂയിസ് പതിനാലാമന് ശേഷം വന്നതായിരുന്നു ലൂയിസ് പതിനഞ്ചാമൻ. അദ്ദേഹം പക്ഷേ കറപ്ഷൻ, അഴിമതി, എക്സ്ട്രാവേഗൻസ്, ധൂർത്ത്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാർ, ഇടയ്ക്കിടയ്ക്ക് എന്തെണ്ണം യുദ്ധങ്ങളൊക്കെ നടത്തും. അതിലൂടെ തന്നെ ആ രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങളെ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിലോട്ട്, പട്ടിണിയിലോട്ടൊക്കെ നയിച്ചു. ഓക്കെ. ആരായിരുന്നു? ലൂയിസ് പതിനഞ്ചാമൻ. ടു ഫൈൻഡ് മണി ഫോർ ഹിസ് എക്സ്ട്രാവേഗൻസ് ഹി ഇമ്പോസ്ഡ് ന്യൂ ടാക്സസ് ഓൺ ഹിസ് സബ്ജക്ട്സ്. എന്ത് ചെയ്തു? ലൂയിസ് പതിനഞ്ചാമൻ അദ്ദേഹത്തിന്റെ ധൂർത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പണം കണ്ടെത്തുന്നതിനായിട്ട് എന്ത് ചെയ്തു? കൂടുതൽ ടാക്സുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഈടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ. അതിനുശേഷം അടുത്ത രാജാവാണ് ലൂയിസ് 16. അപ്പോൾ ലൂയിസ് 14 പറഞ്ഞു, 15 പറഞ്ഞു, ആൻഡ് നെക്സ്റ്റ് ഈസ് ലൂയിസ് 16 who came to power later did not pay much heed to governance. അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല? ഈ പറയുന്ന ഗവൺമെന്റിനോട് വലിയ താല്പര്യമൊന്നും, അല്ലെങ്കിൽ ഗവേണൻസിനോട്, അല്ലെങ്കിൽ എന്താ പറയുക, ഭരണത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. He believed that the country was safe in the hands of his loyal ministers. അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള മന്ത്രിമാരിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രം, ഫ്രാൻസ് സുരക്ഷിതമാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ആര്? ലൂയിസ് 16. ഓക്കെ. The Queen Mary Antoinette constantly interfered in government affairs. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മേരി ആന്റോയിനറ്റ് എന്ന് പറയുന്ന രാജകുമാരി എന്ത് ചെയ്തിരുന്നു? ഈ രാജ്യകാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്നു, അനാവശ്യമായിട്ട് ഇടപെട്ടിരുന്നു. The king pretended not to see the queen's extravagance. This made the people unhappy. അപ്പോൾ രാജാവ് ഈ സ്ത്രീയുടെ, ഈ രാജകുമാരിയുടെ ധൂർത്തും കാര്യങ്ങളും ഈ പറയുന്ന രാജ്യത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിലൊന്നും ഇടപെട്ടില്ല. ആള് വലിയ മൈൻഡ് ചെയ്തില്ല. ഓക്കെ. ഇത് അവിടുത്തെ ആളുകളിനെ ദേഷ്യം പിടിപ്പിച്ചു, അൺഹാപ്പി ആക്കി. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം ആണ്. അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു പറയുന്നത്? നോബിൾസ് ഫൈറ്റ്, പ്രീസ് പ്രേ ആൻഡ് ദ കോമൺസ് പേ. എന്താ പറയുന്നത്? നോബിൾസ് ഫൈറ്റ് ചെയ്യും, അതായത് പ്രഭുക്കന്മാർ ഫൈറ്റ് ചെയ്യുകയും, പ്രീസ്റ്റ് പുരോഹിതന്മാർ എന്ത് ചെയ്യും? പുരോഹിതന്മാർ പ്രാർത്ഥിക്കുകയും, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ടാക്സ് നൽകുകയും ചെയ്യും എന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ കാലത്ത് പറഞ്ഞിരുന്നത്. ദിസ് വാസ് എ പോപ്പുലർ സേയിങ് among the common people of France. What does it mean? എന്താണ് ഇത്? മനസ്സിലായല്ലോ. എന്തായിരുന്നു? നോബിൾസ്, പ്രഭുക്കന്മാർ ഫൈറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ടാക്സ് അടയ്ക്കുന്നു. ദ ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദ 18th century വാസ് ഡിവൈഡഡ് ഇൻ 3 estates. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഫ്രഞ്ച് സമൂഹത്തിനെ ആ പറയുന്ന 18ാം നൂറ്റാണ്ടിൽ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ തട്ടിൽ ക്ലർജിയാണ്, പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ തട്ടിൽ ഉണ്ടായിരുന്നത് നോബിൾസ് ആണ്, പ്രഭുക്കന്മാരാണ്. ആൻഡ് അടുത്ത തട്ടിലുണ്ടായിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിട്ടുള്ള കോമൺ പീപ്പിൾ ആണ്, തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന ക്ലർജിനെ പറ്റിയിട്ടാണ്. ദ കാത്തലിക് ചർച്ച് ഇൻ ഫ്രാൻസ് വാസ് വെരി പവർഫുൾ ആൻഡ് വെൽത്തി. അപ്പോൾ ഫ്രാൻസിലെ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരുന്നു, അതുപോലെ തന്നെ വെൽത്തി ആയിരുന്നു, സമ്പന്നമായിരുന്നു. ദ ചർച്ച് ഓൺഡ് എ ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. അപ്പോൾ ഈ ചർച്ചിന് വലിയ തോതിൽ വലിയ സ്ഥലമൊക്കെ, ലാൻഡൊക്കെ കൈവശം ഉണ്ടായിരുന്നു. ദ ക്ലർജി വാസ് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ടാക്സസ്. അപ്പോൾ ഈ ക്ലർജിനെ, പുരോഹിതന്മാരനെ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ എല്ലാ തരത്തിലുള്ള ടാക്സുകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അത് മാത്രമല്ല, they levied a tax called the tithe on the common peasants. പക്ഷെ അത് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ടൈത്ത് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ടാക്സ് ഇവർ കളക്ട് ചെയ്തിരുന്നു. ആര്? നമ്മുടെ ക്ലർജി കളക്ട് ചെയ്തിരുന്നു. 1/10 ഓഫ് ദി ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ആസ് ടാക്സ്. അതായത് 10ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 10 ചാക്ക് നെല്ലോ ഗോതമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി, ഗോതമ്പാണെന്ന് വെച്ചോ, ഒരു 10 ചാക്ക് ഗോതമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1 ചാക്ക് ഇവർക്ക് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ക്ലർജിക്ക് കൊടുക്കണം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ദിസ് മെയ്ഡ് ദ കോമൺ പേഴ്സൺസ് റെസെന്റ് ദ ക്ലർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലർജീനെ വിമർശിക്കാനും ക്ലർജീനെ എതിർക്കാനും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകന്മാർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. ദ നോബിൾസ്, പ്രഭുക്കന്മാർ. ദ നോബിൾസ് ഹെൽഡ് ദ ഹൈസ്റ്റ് പൊസിഷൻ ഇൻ ഗവൺമെന്റ് ആൻഡ് ഇൻ ദ ആർമി. അതായത് പട്ടാളത്തിലും ഈ പറയുന്ന ആർമിയിലും അതേപോലെ തന്നെ ഗവൺമെന്റിലും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ പൊസിഷൻസ് ഉണ്ടായിരുന്നവർക്ക്. ഓക്കെ. ദേ വർ ലാൻഡ് ഓണേഴ്സ് ആസ് വെൽ. അത് മാത്രമല്ല, ഇവരുടെ കൈവശവും ഒരുപാട് ലാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. ദ നോബിൾസ് ഹു ലിവ്ഡ് ലക്ഷൂറിയസ്ലി കളക്ടഡ് വാരിയസ് ടാക്സസ് ഫ്രം ദ പീപ്പിൾ. നോബിൾസ്, പ്രഭുക്കന്മാർ വളരെയധികം ലക്ഷൂറിയസ് ആയിട്ട് പൈസ ഒക്കെ ഭയങ്കരമായിട്ട് ദൂർത്തടിച്ചിട്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ അവര് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ടാക്സുകൾ കൈവശപ്പെടുത്തിയിരുന്നു, വാങ്ങിച്ചിരുന്നു. According to an act of 1749, all sections of people had to pay 1/20 of their income directly to the government as tax. 1749 ഒരു നിയമപ്രകാരം എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും എന്ത് ചെയ്യണമായിരുന്നു? അവരുടെ 20ൽ 1%
ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പേര് അവിടെ പറയുന്നുണ്ട്, മിങ്ഷിം എന്നാണ് അതിന്റെ പേര് വരുന്നത് കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കുക. ഓക്കെ, ദ ഫസ്റ്റ് ടു എസ്റ്റേറ്റ്, പക്ഷെ എല്ലാവരും കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ടു എസ്റ്റേറ്റ് ആരൊക്കെയായിരുന്നു? ക്ലർജി നോബിൾസും ഗോട്ട് എക്സംപ്റ്റഡ് ഫ്രം ദ ടാക്സസ് ബൈ ഗിവിംഗ് എ സ്മോൾ എമൗണ്ട് ടു ദ കിങ് ആസ് എ ഗിഫ്റ്റ്. പക്ഷെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്തു? രാജാവിന് കുറച്ച് കുഞ്ഞൊരു എന്താണ് ഒരു ഗിഫ്റ്റ് പോലെ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു? ടാക്സിൽ നിന്നും ഒഴിവായിരുന്നു. ദ പ്രീസ്റ്റ് ആൻഡ് നോബിൾസ് നെവർ ഹെസിറ്റേറ്റഡ് ടു ഒപ്പോസ് ദി മൊണാർക്കി ടു മെയിൻറ്റെയിൻ ദ റൈറ്റ്സ്. അത് മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രഭുക്കന്മാരും പുരോഹിതന്മാരും രാജ ഭരണത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ പലതരത്തിലുള്ള ടാക്സുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ടാക്സുകൾ ഗവൺമെന്റ് ഈടാക്കിയിരുന്നു. അതിന്റെ പേരുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തിനൊക്കെയായിരുന്നു നോക്കിക്കേ. ദ റൈറ്റ് ടു മേക്ക് ദ കോമൺ പീപ്പിൾ വർക്ക് ഫോർ 3 or 4 days a year without paying any reward. ഒരാണ് കോർവി എന്ന് പറയുന്നത്. ഇതിലെന്തായിരുന്നു? ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് 3-4 ദിവസം, വർഷത്തിൽ 3-4 ദിവസം എന്ത് ചെയ്യും? ജോലി ചെയ്യിപ്പിക്കും. എന്ത് കൊടുക്കില്ല? സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കും. ഇനി ബനാലൈറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ടാക്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ മൊണോപ്പൊളി ഓഫ് വൈൻ മേക്കിംഗ് ആൻഡ് ദ റെന്റ് ഫോർ ദി കമ്പൾസറി യൂസ് ഓഫ് ദി ലാൻഡ് ലോൺസ് ഫെസിലിറ്റി ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഗ്രേപ്പ് ജ്യൂസ്, ബ്രെഡ് എക്സെട്ര. അപ്പോൾ വൈൻ ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ എന്തായിരുന്നു ഗ്രേപ്പ് ജ്യൂസ്, ബ്രെഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ടാക്സ് എന്നുള്ള രീതിയിൽ വാങ്ങിയിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇനി ബാൻ വിൻ എന്ന് പറയുന്നത് ഒരു മോണോപോളി ടാക്സ് ആണ് ഓൺ ദ വൈൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെറിഷറി ഓഫ് എ ലോഡ്. അപ്പോൾ ഒരു പ്രഭുക്കന്മാരുടെ കീഴിൽ നമ്മുടെ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ടാക്സ് ആണ് ബാൻ വിൻ എന്ന് പറയുന്നത്. പിന്നെ PH എന്ന് പറയുന്നത് ടോൾ ഓൺ ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ്, പാലങ്ങളും റോഡുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ടോളായിരുന്നു PH എന്ന് പറയുന്നത്. പിന്നെ ടെറേഷ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടാക്സ് കളക്ടഡ് ഫ്രം ദ പെസൻസ് ഡ്യൂറിംഗ് ഹാർവെസ്റ്റ്, വിളവെടുപ്പ് സമയത്ത് കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്ന ടാക്സിന്റെ പേരാണത്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കേട്ടോ. അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരൊക്കെ വലിയ നല്ല സെറ്റപ്പിൽ ജീവിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇവരുടെ ഭാരം മുഴുവൻ താങ്ങിയിട്ട് നിലത്ത് കിടക്കിയിരുന്നു. ഓക്കെ, അടിത്തട്ടിലായിരുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ദ കണ്ടീഷൻ ഓഫ് കോമൺ പീപ്പിൾ ഇൻ 18th century France can be clearly understood from the illustration given above. അപ്പോൾ നമ്മൾ ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. The third estate in France comprised of the middle class workers and peasants. അപ്പോൾ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിൽ മിഡിൽ ക്ലാസ് വർക്കേഴ്സ്, തൊഴിലാളികൾ, കർഷകന്മാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. They were known as commons. ഇവരെ കോമൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മോസ്റ്റ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് വിച്ച് കംപ്രൈസ്ഡ് ഓഫ് ദി മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നത് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു കേട്ടോ. ലിവ്ഡ് ഇൻ പോവർട്ടി, പക്ഷെ അവരൊക്കെ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. ഫാമേഴ്സ് ഗോട്ട് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. ഫാമേഴ്സിന് കിട്ടിയിരുന്നത് അവരെന്താണോ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതിന് കുഞ്ഞൊരു ഭാഗം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവർ കൊണ്ടുപോകും. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും കൊണ്ടുപോകും. They were obliged to pay various taxes to the king, the church and the nobles. ഓക്കെ, നമ്മുടെ ചർച്ചിന്, കിങ്ങിന്, നോബിൾസിനൊക്കെ പലതരത്തിലുള്ള ടാക്സുകൾ കൊടുക്കേണ്ടി വന്നിരുന്നു. In addition, they had to perform service that were unpaid and compulsory, some of them included. അതായത് അത് മാത്രമല്ല, അത് കൂടാതെ തന്നെ ഇവർക്ക് കമ്പൾസറി ആയിട്ട് നിർബന്ധമായിട്ടും പൈസ കൂലിയില്ലാതെ ജോലി ചെയ്യേണ്ടി വരും ഈ രാജാക്കന്മാരുടെ സ്ഥലത്തൊക്കെ. എന്തൊക്കെയായിരുന്നു എത്തരത്തിലുള്ള ജോലികൾ അവർ ചെയ്യേണ്ടി വന്നത്? പെർഫോമിംഗ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി, അത്യാവശ്യ ഘട്ടങ്ങളിൽ മിലിറ്ററി സർവീസ് ചെയ്യണം. പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്സ്, വാട്ടർവേസ്, ബ്രിഡ്ജസ്, റോഡുകൾ, പിന്നെ ഈ ജലസേചന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, കനാലുകൾ, ബ്രിഡ്ജസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇവർ ഫ്രീ ആയിട്ട് പൈസ ഒന്നും മേടിക്കാതെ തൊഴിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വരുന്നു, മിഡിൽ ക്ലാസ് ആയിട്ട് വരുന്നു. A middle class emerged in French society in the 18th century. The progress made in the agricultural and industrial sectors of France at that time led to the rise of the middle class. Okay, അതായത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഉണ്ടായിട്ടുള്ള പുരോഗതി ഒരു ചില വിഭാഗം ആളുകളെ മിഡിൽ ക്ലാസ്സിലോട്ട് എത്തിച്ചു. മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി പൈസ ഒക്കെ നേടിയവർ. Okay, with the growth of the agricultural and industrial sectors, new cities emerged. Okay, കാർഷികപരമായിട്ടും വ്യാവസായികപരമായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടായ സമയത്ത് കുറച്ച് പുതിയ സിറ്റികളൊക്കെ അവിടെ വളർന്നു വന്നു. Those who took advantage of the employment opportunities in the cities progressed economically and became part of the middle class. അത് മാത്രമല്ല, സിറ്റീസ് ഒക്കെ വളർന്നു വന്നില്ലേ, ഈ സിറ്റീസ് വളർന്നു വന്ന സ്ഥലത്ത് ആ സിറ്റീസിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ചില ആളുകളൊക്കെ വീണ്ടും സമ്പന്നരായിട്ട് പൈസക്കാരായിട്ട് മിഡിൽ ക്ലാസ്സുകളായിട്ട് മാറി.
ഡൊമസ്റ്റിക് ട്രേഡ് ആൻഡ് ട്രേഡ് വിത്ത് കോളനീസ് മെയ്ഡ് ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫ്രാൻസ് വെൽത്തി. അത് മാത്രമല്ല ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രേഡും അതുപോലെ തന്നെ കോളനികളുമായിട്ടുള്ള ട്രേഡും വ്യവസായവും വാണിജ്യമൊക്കെ ചെയ്തിട്ട് കുറെ ഫ്രാൻസിലത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്തു വെൽത്തി ആയിട്ട് മാറി. അതായത് ഒരു വിഭാഗം ആളുകൾ പൈസക്കാരായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. ദ മേജർ പോർട്സ് ആൻഡ് സിറ്റീസ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദീസ് വെൽത്തി പീപ്പിൾ. അതായത് ഇങ്ങനെ വെൽത്തി ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിലായി കുറേ പോർട്ടുകളും കുറേ സ്ഥലങ്ങളൊക്കെ. ഓക്കെ, they were also part of the middle class. The middle class thus formed also included doctors, lawyers and bankers. അങ്ങനെ മിഡിൽ ക്ലാസ് വന്നു എന്ന് പറഞ്ഞില്ലേ, ഈ മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു, ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. This middle class, like the common people, also had to pay taxes to the government and the nobility. പക്ഷേ മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? സാധാരണക്കാരായിട്ടുള്ള തേർഡ് എസ്റ്റേറ്റിലത്തെ ആളുകളെ പോലെ തന്നെ ഇവർ എന്ത് ചെയ്യണം? ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. ഡെസ്പൈറ്റ് ദെയർ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെന്റ്, അവർക്ക് വിദ്യാഭ്യാസം നേടി നല്ല ജോലിയൊക്കെ നേടി, എന്നിട്ട് പോലും അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടായിരുന്നില്ല. അവർ സാധാരണ ചെയ്തിരുന്ന പോലെ തന്നെ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. They were not given any the status or power they deserved in the administration and the army. ആർമിയിലും ഭരണകാര്യത്തിലും ഒരു തരത്തിലുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇൻ ഷോർട്ട്, ദ മിഡിൽ ക്ലാസ് ഹാഡ് ഡീപ് ഡിസ്കണ്ടന്റ്മെന്റ്. അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം അവർ പൈസയൊക്കെ ഉണ്ടാക്കി, അപ്പോൾ കുറച്ച് നിലയും വിലയൊക്കെ കിട്ടണ്ടേ, പക്ഷെ അതൊന്നും കിട്ടിയിരുന്നില്ല. ഓക്കെ, പിന്നെ യെസ്, അപ്പോൾ മിഡിൽ ക്ലാസ്സിന് ഫ്രഞ്ച് റവല്യൂഷനിലുള്ള സ്വാധീനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു രാജാവിനാണ് ദൈവദത്തമായിട്ടുള്ള അധികാരമുള്ളത്, പിന്നെ അതിന് ശേഷം ക്ലർജി വരുന്നുണ്ട്, നോബിൾസ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ ക്ലാസ് ഡെവലപ്പായി, പിന്നെ കോമൺസ് ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ള സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റിൽ കോമൺസ് ഉണ്ട്. ശരിക്കും മിഡിൽ ക്ലാസ് തേർഡ് സ്റ്റേറ്റിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ അത് സമ്പന്നരായിട്ട് മാറിയിട്ടുള്ള മധ്യവിഭാഗമായിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ക്രൈസിസ് ആണ് കേട്ടോ. എക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളതാണ് എക്കണോമിക് ക്രൈസിസിന്റെ അർത്ഥം വരുന്നത്. എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. ഓക്കെ, എന്താണ് എക്കണോമിക് ക്രൈസിസ് എന്ന് പറയാം. ഓക്കെ, ഇൻ ദ 1770s, 1770-കളിൽ ദ ഫ്രഞ്ച് അഗ്രികൾച്ചറൽ സെക്ടർ ഫേസ്ഡ് എ സിവിയർ ക്രൈസിസ്. ഓക്കെ, അതായത് ഫ്രാൻസിലത്തെ നമ്മുടെ കാർഷിക വിഭാഗം എന്ത് ചെയ്തു? വലിയ തോതിലുള്ള ഒരു ക്രൈസിസ്, ഒരു മാന്ദ്യം അനുഭവിച്ചു. ദിസ് വാസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ. കാരണം എന്തായിരുന്നു? പ്രൊഡക്ഷൻ കുറഞ്ഞു. ദിസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് cereals ആൻഡ് ബ്രെഡ്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഒക്കെ വില കൂട്ടി. ബിറ്റ്വീൻ 1730 ആൻഡ് 1789 ദ പ്രൈസ് ഓഫ് cereals increased by 60%. അപ്പോൾ 1730 1789 കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈ സെറിയൽസും ബ്രെഡും അതിൻ്റെയൊക്കെ വില 60% കൂടി. ഇപ്പോൾ 100 രൂപ ഉണ്ടായിരുന്ന സാധനം 160 രൂപയല്ല കേട്ടോ. ഫ്രാൻസിലത്തെ നാണയം ഏതാണോ അത്. However, the increase in wages was only 22%. പക്ഷേ കൂലി കൂടിയൊന്നുമില്ല. കൂലി എത്ര ശതമാനം കൂടിയിട്ടുള്ളൂ? 22%. 60% സാധനങ്ങൾക്ക് വില കൂടി, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടി, പക്ഷേ 22% മാത്രമേ അവരുടെ കൂലി കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. A severe shortage of fodder, so a huge decline in livestock. അത് മാത്രമല്ല, കന്നുകാലികൾക്കുള്ള ഭക്ഷണമില്ലേ, അതും കിട്ടാത്ത ഒരവസ്ഥയായി. അപ്പോൾ ഈ കന്നുകാലിൻ്റെ കൃഷിയും ഭയങ്കര അവതാളത്തിലായി എന്നുള്ളതാണ്. This affected 1/3 of the population adversely. അപ്പോൾ ഇത് 1/3 വിഭാഗം ജനങ്ങളെ എന്താണ് വിപരീതമായിട്ട് ബാധിച്ചു. അക്കോർഡിംഗ് ടു ദ ട്രേഡ് അഗ്രിമെന്റ് സൈൻഡ് ബൈ ഫ്രാൻസ് വിത്ത് ബ്രിട്ടൻ. അപ്പോൾ വാണിജ്യ ബന്ധങ്ങൾ ഫ്രാൻസ് ബ്രിട്ടനുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ദർ വാസ് എ ഹ്യൂജ് റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്. ബ്രിട്ടീഷുകാർക്ക് സാധനങ്ങൾ ഫ്രാൻസിലോട്ട് കൊണ്ടുവരുന്നതിന് അധികം എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇമ്പോർട്ട് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ കുറേ സാധനങ്ങൾ ഫ്രാൻസിലോട്ട് എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജനജീവിതം ബുദ്ധിമുട്ടിലായി. അതായത് ഇത്രയേ ഉള്ളൂ, ഫ്രാൻസിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിറ്റിരുന്നു. പക്ഷേ ബ്രിട്ടനിൽ നിന്ന് സാധനങ്ങൾ വില കുറവിലൂടെ വന്ന് കൊടുക്കാനായിട്ട്, സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സാധനങ്ങളൊന്നും വിറ്റ് പോവാതെയായി. ഓക്കെ, അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥയായി. ദസ് ഡിസ്ഗ്രണ്ടൽഡ് ഫാമേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് അതർ വർക്കേഴ്സ് took to the streets against the government. അങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളും കുഞ്ഞു കുഞ്ഞു വ്യവസായികളും കർഷകന്മാരെല്ലാവരും കൂടിയിട്ട് തെരുവിലിറങ്ങി ഗവൺമെന്റിനെതിരായിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കാനായിട്ട് തുടങ്ങി. ടു ഓവർകം ദി എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ ഈ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം മറികടക്കാനായിട്ട് ലൂയിസ് 16 എന്ത് ചെയ്തു? ബോറോഡ് ഹ്യൂജ് ലോൺസ് ഓർ ഹ്യൂജ് സം ഫ്രം ബാങ്കേഴ്സ്. അപ്പോൾ ബാങ്കേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ തോതിൽ പലിശയ്ക്ക് പൈസ എടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി.
ഇൻ എക്സ്ചേഞ്ച് ഫോർ ദീസ് ലോൺസ് ദ ഗവൺമെന്റ് ഇഷ്യൂഡ് ബോണ്ട്സ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തു. ബോണ്ടുകൾ വെച്ചാൽ കടപ്പത്രം എന്നാ പറയാം. ദ എം ടി കോഫേഴ്സ് ഡിസ്കറേജ്ഡ് ബാങ്കേഴ്സ് ഫ്രം ലെൻഡിങ് മോർ മണി. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ ബാങ്കേഴ്സ് ഒക്കെ കൊടുത്തു, പക്ഷെ അവിടുത്തെ ഈ കോഫേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവ് കാലിയായത് അറിഞ്ഞപ്പോൾ ബാങ്കേഴ്സ് പിന്നെ പൈസ ഒന്നും കൊടുക്കാതെ. One of the main reasons why the middle class that included bankers opposed the government was this inequality in taxation. മെയിൻ ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ടാക്സേഷനിൽ ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു. ചിലർ ടാക്സ് കൊടുക്കണം, ചിലർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതായിരുന്നു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ എതിർക്കാനായിട്ട് തുടങ്ങിയത്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിൽ ബാങ്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. They demanded that rules of taxation should be made equal among all citizens. അവർ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ടാക്സ് സിസ്റ്റം പറ്റില്ല, എല്ലാവരും ഒരേപോലെ നമ്മുടെ രാഷ്ട്രത്തിന് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീടാണ് കുറച്ച് തിങ്കേഴ്സ് വരുന്നത്, ചിന്തകന്മാരുടെ സ്വാധീനം ആണ് പറയുന്നത് കേട്ടോ. The French philosophers and their ideas convinced the people of the situation they were facing and inspired them to react against injustice. അപ്പോൾ ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്നു അല്ലെ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി കിട്ടിയിരുന്നോ? ഇല്ല, നീതി നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഒരാളായിരുന്നു വോൾട്ടയർ എന്ന് പറയുന്നത്. ഓക്കെ, ആളൊരു ഫിലോസഫർ ആയിരുന്നു. വോൾട്ടയർ വാസ് എ ഫിലോസഫർ, ഹിസ്റ്റോറിയൻ, സാറ്ററിസ്റ്റ് ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. Though he was not an atheist, he constantly criticized the clergy through his articles. He was expelled from France due to his stance and writings. വോൾട്ടയർ രാജാവിനെ നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു മാനവവാദിയായിരുന്നു, ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിരുന്നു, മനുഷ്യന്മാരെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം രാജാവിനെയൊക്കെ വിമർശിക്കാനായിട്ട്, രാജാവിനെയും അതുപോലെ പുരോഹിതന്മാരെയും പ്രമുഖന്മാരെയൊക്കെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ഫ്രാൻസിൽ നിന്ന് പുറത്താക്കി. റൂസോ വാസ് an educational philosopher and a political theorist. His work, The Social Contract, defined the relationship between the citizens and the state. Rousseau stated, അപ്പോൾ റൂസോ പറഞ്ഞ കാര്യം നോക്കിക്കേ, the people created the king. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? രാജാവിന് ഒരു അധികാരം കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്തിനു വേണ്ടിയിട്ട് ആ അധികാരം കൊടുത്തിട്ടുള്ളത്? ഫോർ ദെയർ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രാജാവിനൊക്കെ നിയമിച്ചിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചു? ദ കിങ് ഹാസ് വയലേറ്റഡ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷെ രാജാവ് അദ്ദേഹത്തിന്റെ കടമകൾ മറന്നിരിക്കുന്നു. രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ ആളുകളുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. Therefore he has lost the right to rule. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരിക്കാനായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ റൂസോ പറഞ്ഞിരുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺസ്. ആൾ പറഞ്ഞു നല്ല നിയമങ്ങളാണ് നല്ല സിറ്റിസൺസിനെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. റൂസോ ഒപ്പോസ്ഡ് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ. His ideas were based on naturalism. Man is born free, but everywhere he is in chains. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷേ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ് എന്നാണ് റൂസോ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഫ്രഞ്ച് റവല്യൂഷന് വളരെയധികം ഒരു മോട്ടിവേഷൻ നൽകി, ഇൻസ്പിറേഷൻ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ ക്രിട്ടിസൈസ്ഡ് ദ ഈവിൽസ് ഓഫ് ദി ചർച്ച് ആൻഡ് tyranny of the state. He advocated limited monarchy and proposed that powers of the government be divided into 3 branches: the legislative, executive and judicial, to ensure the freedom of individuals. സാധാരണക്കാരുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഈ ഗവൺമെന്റിന്റെ അധികാരത്തെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ എന്ന് പറയുന്ന രീതിയിൽ മൂന്നായിട്ട് തരംതിരിക്കണം എന്ന് പറഞ്ഞു. ഹിസ് ഫേമസ് വർക്ക് ദ സ്പിരിറ്റ് ഓഫ് ലോസ് അനലൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നാണ് നമ്മുടെ മോണ്ടസ്ക്യൂ പറഞ്ഞിരുന്നത്. ദി ഐഡിയാസ് ഓഫ് ദി ബ്രിട്ടീഷ് ഫിലോസഫർ ജോൺ ലോക്ക് ഓൾസോ ഹാഡ് എ ഡിസിസീവ് ഇമ്പാക്ട് ഓൺ ദ ഫ്രഞ്ച്. ഓക്കെ, പിന്നെ ജോൺ ലോക്ക് ഉണ്ട്, ആളൊരു ബ്രിട്ടീഷ് ഫിലോസഫർ ആണ്. അദ്ദേഹത്തിന്റെ കുറെ ഐഡിയാസും എല്ലാം തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹിസ് ഫേമസ് വർക്ക് 2 treatises of government rejected the divine right and tyranny of the king. Economists known as physiocrats also influenced the French people. Prominent among them were Turgot and Necker. ടർഗോട്ട് വാസ് ആൻ അഡ്വൈസർ ടു ലൂയിസ് 16. അപ്പോൾ ടർഗോട്ട് ആരായിരുന്നു പറഞ്ഞ? ലൂയിസ് 16 ഒരു അഡ്വൈസർ ആയിരുന്നു, ഉപദേശിയായിരുന്നു. ഹു കൺസീവ്ഡ് മെനി പ്ലാൻസ് ടു ഇംപ്രൂവ് ദി എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ്. അദ്ദേഹം
ഈ പറയുന്ന ഫ്രാൻസിന്റെ ഈ പറയുന്ന ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നല്ലോ, സാമ്പത്തികമായിട്ട് ഒരു മാന്ദ്യം ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റാനായിട്ട് കുറേ ഐഡിയാസ് ഒക്കെ ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ രാജാവിന് ടർഗോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, improve the economic situation of France. These economic policies reflected the interests of the middle class. അപ്പോൾ ഇത് ആരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന മിഡിൽ ക്ലാസിന്റെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ. എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വർ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയെ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ്, അതായത് ഫുഡ് ഐറ്റംസ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുത്തു. അത് കുറച്ചുകൂടി നല്ലതായിരുന്നു. ദീസ് റീഫോംസ് ഇംപ്രൂവ്ഡ് ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ് ടു സം എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ഇത്തരത്തിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ അതൊക്കെ ഇംപ്രൂവ് ചെയ്തു. എങ്കിൽ പോലും however Mary Antoinette's unwillingness to cut back on spending resulted in enmity between her and Turgot. പക്ഷേ ടർഗോട്ടും ഈ പറയുന്ന മാരി ആന്റോയിനറ്റിലെ ലൂയിസ് 16ന്റെ ഭാര്യ, അവർ തമ്മിൽ ഒരു ചെറിയ ശത്രുത ഉണ്ടായിരുന്നു. കാരണം ഈ മാരി ആന്റോയിനറ്റ് ഭയങ്കര ദൂരത്തായിരുന്നു, പറഞ്ഞില്ലേ. ഡ്യൂ ടു ദ ക്വീൻസ് ഒപ്പോസിഷൻ ലൂയിസ് 16 ഡിസ്മിസ്ഡ് ടർഗോട്ട്. തീർച്ചയായിട്ടും ലൂയിസ് 16ന്റെ ഭാര്യ പറഞ്ഞു അവനെ പുറത്താക്കിയ, ടർഗോട്ടിനെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ടർഗോട്ടിനെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മന്ത്രിമാരിൽ ഒരാളായിരുന്നു ടർഗോട്ട്, അതൊന്ന് പുറത്താക്കി. പിന്നെ നെക്കറിനെ അപ്പോയിന്റ് ചെയ്തു, പുതിയ അഡ്വൈസറായിട്ട് നെക്കറിനെ അഡ്വൈസ് ചെയ്തു. ഓക്കെ, നെക്കറിനെ പുതിയ അഡ്വൈസറായിട്ട് നിയമിച്ചു. ഹി ട്രൈ ടു കണ്ടിന്യൂ ദ റിഫോംസ് ഓഫ് ടർഗോട്ട് ബട്ട് വാസ് എക്സ്പെൽഡ് ഡ്യൂ ടു ദ വാർ വിത്ത് ഇംഗ്ലണ്ട്. പക്ഷേ ടർഗോട്ട് ചെയ്തിരുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നെക്കറും ചെയ്തിരുന്നു. പക്ഷേ നെക്കറിനെ അവസാനം പുറത്താക്കി, കാരണം ഇംഗ്ലണ്ടുമായിട്ട് കുഞ്ഞൊരു യുദ്ധം ഉണ്ടായപ്പോൾ അതിനെ പുറത്താക്കി. ഹി ഓൾസോ ഫേസ് ദ ഒപ്പോസിഷൻ ഫ്രം ദ നാഷണൽ അസംബ്ലി. അപ്പോൾ നാഷണൽ അസംബ്ലിയിൽ നിന്ന് അദ്ദേഹം ഒപ്പോസിഷൻസ് ഒക്കെ നേരിട്ടിരുന്നു. ദ അഡ്വൈസേഴ്സ് ഹു വർ അപ്പോയിന്റഡ് ആഫ്റ്റർ നെക്കർ ഓൾസോ ഫെയിൽ ടു ഇംപ്രൂവ്. അതിനുശേഷം നെക്കറിന് ശേഷം കുറേ അഡ്വൈസേഴ്സ് ഒക്കെ വന്നു, അവരൊന്നും തന്നെ നമ്മുടെ ഫ്രാൻസിന്റെ എക്കണോമിക് കണ്ടീഷനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഫൈനലി ദ കിങ് വാസ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് ഹിസ് ഡിസിഷൻ ടു കോൾ നെക്കർ അഗൈൻ. അങ്ങനെ വീണ്ടും രാജാവ് എന്ത് ചെയ്തു? രാജാവിന് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ നെക്കറിനെ വീണ്ടും വിളിച്ചു, നെക്കറിനെ വീണ്ടും അഡ്വൈസറായിട്ട് നിയമിച്ചു. ആദ്യം നമ്മുടെ നോക്കിക്കേ, ആദ്യം പറഞ്ഞിരുന്ന ടർഗോട്ടായിരുന്നു. ടർഗോട്ടിനെ പുറത്താക്കി. കാരണം ആയിരുന്നു? മാരി ആന്റോയിനറ്റും ടർഗോട്ടും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ അതിന് ടർഗോട്ടിനെ പുറത്താക്കി. അതിനുശേഷം നെക്കറ വന്നിട്ടുണ്ടായിരുന്നു. നെക്കറിനെയും പുറത്താക്കി. ഇംഗ്ലണ്ടിനുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് നെക്കറിനെ പുറത്താക്കി. പക്ഷേ വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നെക്കറിനെ വിളിച്ചു, നെക്കറിനെ വീണ്ടും അഡ്വൈസറാക്കി മാറ്റി. നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് എസ്റ്റേറ്റ് ജനറൽ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.